ഇനിയിപ്പൊ കേട്ടത് സത്യമാണെങ്കിൽ നിന്റെ ദേഹത്ത് വീണ്ടും വിശ്വനാഥൻ കേറണം. അതെന്തിനാ? ബാധ കേറിയതുപോലെ നീ അഭിനയിക്കണം. എന്നിട്ട് അവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കണം. നടക്കുന്ന കണ്ണൻ ലക്ഷ്മിയുടെ കൂടെ വേണ്ട, നടക്കാത്ത കണ്ണൻ മതി. വീൽ ചെയറിലിരുന്ന് ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കുന്ന കണ്ണൻ. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാ തൻ്റെ രണ്ടാനച്ഛൻ എൻ്റെ അച്ഛനോട് ചെയ്തത്. അതിന് അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ കൊടുത്തില്ല. പകരം ശിക്ഷിച്ചത് തന്നെയാ. എന്നാ ഇനി അയാൾ ചെയ്തതിന് അതിന് അയാൾക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടണം. എന്താ കണ്ണേട്ടൻ ഉദ്ദേശിക്കുന്നേ? കരുണയെ ഓർത്തിട്ടാ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ആ കരുണയ്ക്ക് തന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടോ? തന്നെ ഒരു കൂടപ്പുറപ്പായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? അവളിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ അവള് കാരണമാണല്ലോ എനിക്ക് കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റിയത്. എന്നൊരു ജോലിക്കാരിയായിട്ടാണ് അവളുടെ അച്ഛനും മുത്തശ്ശി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെങ്കിലും അതാണല്ലോ എനിക്ക് നേട്ടമായത്. അവളുടെ അച്ഛൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് മഹി. തീർന്നിട്ടില്ല, ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അച്ഛൻ ചെയ്ത തെറ്റിന് മകൾ ശിക്ഷിക്കപ്പെടണം. എങ്ങനെ? അതൊക്കെ ഞാൻ തനിക്ക് പറഞ്ഞുതരാം. അതുപോലെ താൻ ചെയ്താൽ മതി. അവളൊരു പെണ്ണല്ലേ, അപ്പോ അതിൻ്റെ ഒരു പക്വത അവൾ കാണിക്കണ്ടേ? തൻ്റെ അമ്മയ്ക്ക് കഴിയാതെ പോയത് തനിക്ക് കഴിയണം. അവളുടെ ദാസിയാകാനാ തന്നെ എനിക്കൊപ്പം പറഞ്ഞു വിട്ടത്. സ്വന്തം വീട്ടിൽ വെച്ച് എങ്ങനെയായിരുന്നോ അതുപോലെ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിലും താൻ അവൾക്ക് പാദസേവ ചെയ്യണം. അതായിരുന്നു അവളുടെ ചിന്ത. എന്നാ അത് മാറി മറിയണം. അവളാണ് തനിക്ക് പാദസേവ ചെയ്യേണ്ടത്. അതിനുള്ള മനസ്സ് താൻ കാണിക്കണം മഹി. അതുകൊണ്ട് അവൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും ഞാനതനുസരിച്ചോളാം. എന്റെ അച്ഛന്റെ കൊലയാളി പ്രതാപനാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പ്രതികരിക്കാതെ മാറി നിന്നാൽ പ്രതാപൻ കൂടുതൽ അഹങ്കാരിയാവും. കർമ്മഫലം അതാർക്കായാലും കിട്ടണം. എന്റെ അച്ഛൻ അയാളെ ഒരുപാടിട്ട് വട്ടം കറക്കി. അതിന്റെ അവസാനം ഞാനല്ല അറിഞ്ഞത്. ഇനി അടുത്ത നാടകം ആരംഭിക്കും. ആ നാടകത്തിൽ വേദനിക്കാൻ പോകുന്നത് അവളാ, പ്രതാപന്റെ മകൾ. പൂതനയും കൊണ്ട് വരുന്നുണ്ടൊരുത്തൻ.
നീ ഇവിടെ തന്നെ ഉണ്ടോ? എവിടെയും പോയില്ലേ? എന്തിനാടാ ഏത് നേരം ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്? എവിടെങ്കിലും ജോലി തേടി പൊക്കിയൂടെ? ഒന്നുമില്ലെങ്കിലും കുറെ നാള് എന്റെ കമ്പനിയിൽ സിവിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തതല്ലേ? ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും കാര്യമില്ല കണ്ണേട്ടാ. ഏതെങ്കിലും ഒരു കമ്പനി കയറിയാലേ ആ കമ്പനിയോട് ആത്മാർത്ഥത കാണിക്കണം. മാസാമാസം ശമ്പളം കിട്ടുന്നതുകൊണ്ട് ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എടാ, ഇവന് നിന്റെ കമ്പനിയിൽ തിരിച്ചെടുത്തൂടെ? ആ, അതിനുള്ള അധികാരം ഇപ്പൊ കൊടുത്തിരിക്കുന്നതേ മഞ്ജുനാ. അവളുടെ കാല് പിടിച്ചിട്ട് എനിക്കിനി ജോലി വേണ്ട. ആ, വേണ്ടെങ്കി വേണ്ട. ആ, മഞ്ജുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അവള് ഒരു സന്തോഷം കേൾപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് അറിയില്ല. അവള് വീണ്ടും അമ്മയാകാൻ പോവാ. അതെ, ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവിടെ ചെന്നിട്ട് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ നോക്കരുത്. ഇനിയിപ്പോ അങ്ങനെ നോക്കിയിട്ട് എന്താടോ കാര്യം? അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളഞ്ഞിട്ട് മേഘനുമായി ഒന്നിപ്പിക്കാനായിരുന്നു ശ്രമം. പക്ഷേ ജഡം കണക്കെ കിടക്കുന്ന ഒരുത്തരുമായിട്ട് മകൾ ഒന്നിച്ച് ജീവിക്കില്ല എന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ടിനി അതുപോലുള്ള സാഹസമൊന്നും കാണിക്കില്ലെന്ന വിശ്വാസം. എങ്കിലും സാഗറിന്റെ കുഞ്ഞല്ലേ മഞ്ജുവിന്റെ വയറ്റിലുള്ളത്. അത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മ തന്നെയാണല്ലോ. ദേ, നീ കൂടുതലൊന്നും പറയണ്ട. നീ അവിടെ ചെന്നിട്ട് അവക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തേ ആ കുഞ്ഞിനെ കളയാതിരുന്നാ മതി. അമ്മയാകാൻ പോകുന്ന ഇയാൾക്കതിന് കഴിയില്ല. ഒട്ടുമിക്ക അമ്മമാർക്കും അതിനുള്ള മനസ്സുണ്ടാവുകയില്ല. പക്ഷേ എന്റെ അമ്മ അതല്ല, അതിനപ്പുറം ചെയ്യും. കാരണം നിങ്ങൾ ഇവന്റെ അമ്മയാ. ഇവനെപ്പോലൊരു അസുരന് ജന്മം നൽകിയ അമ്മയ്ക്ക് അതല്ല, അതിനപ്പുറവും കഴിയും. ഞങ്ങളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഒന്നും മിണ്ടാതെ ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുക. ആ നേരത്ത് ഞങ്ങളെ വെറുതെ കുത്തി നോവിക്കാൻ വരരുത്. എടാ മോനെ, ഈ ലോകത്ത് പതിവ്രതയും പരിശുദ്ധയും ഇവന്റെ കണ്ണിലെ എവളും മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ അസുര ജന്മങ്ങളും രാക്ഷസ ജന്മങ്ങളുമാ. അതിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വിശേഷം അറിയിച്ച മകളെയും മരുമകളെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും കരുണയെ സ്നേഹിക്കുന്ന പോലെ ഇയാളെയും മഞ്ജുവിനെയും സ്നേഹിച്ച് സന്തോഷത്തോടെ സുഖമായിട്ട് കഴിയാൻ അമ്മയ്ക്ക് പറ്റുമായിരുന്നു. അതിനുള്ള അവസരവും ഉണ്ടായിരുന്നു. എന്നാ അമ്മയ്ക്കതൊന്നുമല്ല വേണ്ടത്. എന്റെ അച്ഛൻ മരിച്ച ശേഷം വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ച കുറച്ച് മുതലുണ്ട്, കുറച്ച് സമ്പത്തുണ്ട്. അതെങ്ങനെയെങ്കിലും നേടിയെടുത്താലേ അമ്മയുടെ മനസ്സ് നിറയൂ. എന്നുവെച്ചാ മരിക്കുമ്പോ ഇതൊക്കെ കൊണ്ടാണല്ലോ പോകുന്നേ. താമടം പറഞ്ഞാ കേട്ടില്ലേ, അവള് വീണ്ടും പ്രഗ്നന്റ് ആയിരുന്നോ? എന്തെങ്കിലും ആയിക്കോട്ടെ, അവൾ ആ ദുഷ്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കട്ടെ. ഇനിയിപ്പോ ആ കുഞ്ഞിനെ കളയാനൊന്നും ഞാൻ പോകുന്നില്ല. എന്റെ അമ്മയും ആങ്ങളെയും നാത്തൂനൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഏട്ടനും ഏട്ടത്തെയും പറഞ്ഞതാ. ഇനി ഒരു കാരണവശാലും നിന്റെ അമ്മയെ ഇങ്ങോട്ട് അടുപ്പിക്കരുത്. അവരിങ്ങോട്ട് വരാനും പോകുന്നില്ല. കരുണയുടെ കുഞ്ഞു പോയതുകൊണ്ട് മറ്റാർക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവളോട് പോയി പണി നോക്കാൻ പറ. അവളെ ഭയന്നൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി എന്റെയും എന്റെ ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും അവരാരെങ്കിലും കളയാൻ ശ്രമിച്ചാ പിന്നെ അമ്മയാണ് ആങ്ങളെയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഉറപ്പായിട്ടും
എല്ലാത്തിനെയും കോടതി കയറ്റിയിരിക്കും. അല്ലെങ്കിൽ തന്നെ കോടതി കയറാനുള്ള വകുപ്പൊക്കെ പലരും ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താ സാഗരേട്ടൻ അങ്ങനെ പറഞ്ഞ്? ഏയ് ഒന്നുമില്ല. കണ്ണൻ സാറും നിന്റെ ലക്ഷ്മിയടത്തിയും പാവങ്ങളായതുകൊണ്ടാ പലരും തരക്കേടില്ലാതെ പോകുന്നത്. ആ പ്രതാപനെയൊക്കെ ഉണ്ടല്ലോ, വെട്ടിക്കീറി കൊല്ലേണ്ട സമയം കഴിഞ്ഞു. അയാളുടെ ഭാഗത്ത് എന്തോ വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടല്ലോ സാഗരേട്ടാ. ഇനി ഞങ്ങളൊക്കെ സംശയിക്കുന്നത് പോലെ അയാളാണോ എന്റെ അച്ഛനെ ലോറി കയറ്റി കൊന്നത്? അച്ഛന്റെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ കയറിയപ്പോ മുതല് എനിക്ക് അങ്ങനൊരു ചിന്ത ഇല്ലാതില്ല. കണ്ണേട്ടനും ഉണ്ടായിരുന്നു അങ്ങനൊരു സംശയം. തൽക്കാലം അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പിന്നെ അതല്ല, അതിനപ്പുറവും ചെയ്യാൻ മടിയില്ലാത്തവനാ ഈ പ്രതാപൻ. ഇനി എന്റെ അച്ഛനെ ലോറി കയറ്റി കൊന്നതേ അയാളാണെന്നിരിക്കട്ടെ. എന്നാ പോലും എന്റെ ആങ്ങളെന്ന് പറയുന്നവൻ അവന്റെ ഭാര്യയെ കളയില്ല. അയാൾക്ക് കരുണയുടെ സ്വത്തും പണവും മതി, അല്ലാതെ ബന്ധങ്ങളിലൊന്നും വലിയ വില കൽപ്പിക്കുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ വില കൽപ്പിക്കുന്ന ഒരുത്തനായിരുന്നെങ്കിൽ ഇന്നവൻ കണ്ണൻ സാറിനൊപ്പം നിന്നേനെ. ബിസിനസ്സിലൊക്കെ കണ്ണൻ സാറിനൊരു കൈത്താങ്ങായേനെ. ഇപ്പോ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങുമല്ലേ, അതുപോലും അവസാനിപ്പിക്കണമെന്നാ എൻ്റെ ഒരു ആഗ്രഹം. സ്വന്തമായിട്ട് ജോലി കണ്ടെത്തി അധ്വാനിച്ച് ജീവിക്കട്ടെ. എന്നും അന്യന്റെ മുതൽ കണ്ണുവെച്ച് കഴിഞ്ഞാൽ അത്യാഗ്രഹം കൂടത്തേയുള്ളൂ. പിന്നെ നീ നിന്റെ തറവാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ തടയില്ല. പക്ഷേ കണ്ണൻ സാറും ലക്ഷ്മി മാഡവും അവിടെ ഉള്ളപ്പം വേണം നീ പോവാൻ. അല്ലാതെ ആരെ കാണാനാ ഞാൻ പോകുന്നേ? നമ്മുടെ കുഞ്ഞിനെ കളയണമെന്ന് വാശി പിടിക്കുന്ന എന്റെ അമ്മയെ കാണാനോ? ഒരുങ്ങി സുന്ദരിയായിട്ട് എവിടേക്ക് പോവാ? അതെന്തിനാ നീ അറിയുന്നേ? എങ്ങോട്ടെങ്കിലും യാത്ര പ്ലാൻ ചെയ്യാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറയാനാ ഞാൻ വന്നത്. എന്താ നിന്റെ ഉദ്ദേശം? കണ്ണേട്ടന്റെ അച്ഛനെ അപകടത്തിൽ കൊന്നത് നിന്റെ അച്ഛനാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരാൾ അറിഞ്ഞു. കണ്ണേട്ടന്റെ അമ്മാവൻ. അതയാൾ ശരിക്കും മുതലാക്കാൻ നോക്കി. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ നോക്കി. അത് അയാളുടെയും അയാളുടെ മകന്റെയും ശരിക്കുള്ള സ്വഭാവമാ. അതിന് ഈ ജന്മം അവർക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ വിഹിതം പറ്റാൻ പോയി നീ. അതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവില്ലെങ്കിൽ തെളിയിക്കാം. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത വാമദേവനെ കൊണ്ട് തന്നെ പറയിക്കാം നീ പണം പറ്റാൻ അയാളുടെ വീട്ടിൽ പോയെന്ന്. ഇപ്പോഴും ഇതൊന്നും ഇവിടെ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. അതുപോലെ മഞ്ജുനും അറിയില്ല സത്യങ്ങൾ. അവരുടെ അച്ഛനെയാ നിന്റെ അച്ഛൻ കൊന്നിരിക്കുന്നെ. അതിന് കണ്ണേട്ടന്റെ അമ്മാവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യില്ല. പക്ഷെ നിന്റെ അച്ഛൻ അന്നും അതിനുശേഷവും ചെയ്ത പ്രവർത്തികൾക്ക്, നീ ചെയ്ത കർമ്മങ്ങൾക്ക് നിനക്ക് ചെറിയ ശിക്ഷ കിട്ടിയേ പറ്റൂ. പറയുന്നത് നീ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഉണ്ണിയോട് പറയും, അവന്റെ അച്ഛനെ ലോറി കയറ്റി കൊന്നത് എന്റെ രണ്ടാനച്ഛനാണെന്ന്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് നീ ഇനി അനുസരിക്കണം. എപ്പോഴെങ്കിലും എതിർക്കാനോ മറുത്തൊരക്ഷരം പറയാനോ ശ്രമിച്ചാ നിനക്കറിയാലോ, പഴയ ലക്ഷ്മിയല്ല ഞാനിപ്പോ. ആ അപകടത്തിന് സാക്ഷിയായവളാ ഞാൻ.
അതുകൊണ്ട് ഏത് കോടതിയിൽ പോയാലും നിന്റെ അച്ഛനെതിരെ ഞാൻ മൊഴി കൊടുത്തിരിക്കും. അയാൾക്ക് ജയിലിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അതൊഴിവാക്കേണ്ടത് ഒരു മകൾ എന്ന നിലയിൽ നിന്റെ കടമയാ. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് വരാൻ നോക്ക്. എങ്ങോട്ടാ ഞാൻ വരേണ്ടത്? എന്റെ പിന്നാലെ വന്നാ മതി. അപ്പം നിനക്ക് മനസ്സിലായിക്കോളും എങ്ങോട്ടാ വരേണ്ടതെന്ന്. നിന്നെ ഇനി ഈ വീട്ടിലെ നല്ലൊരു മരുമോളാക്കാനാ, ഭാര്യയാക്കാനാ എന്റെ ശ്രമം. നിന്റെ അച്ഛന് കഴിയാത്തത് ഇനി എനിക്ക് കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാടി ഇങ്ങോട്ട്. മര്യാദയ്ക്ക് വരാനല്ലേ നിന്നോട് പറഞ്ഞത്? അതോ ഉണ്ണിയോടും അവന്റെ അമ്മയോടും നടന്നൊക്കെ പറയണോ? ഇങ്ങോട്ട് വാ. നമ്മളെന്താ ഇങ്ങോട്ട് വന്ന? ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുമ്പോ നീ ഡൈനിങ് ടേബിളിന് മുന്നിൽ വന്നിരിക്കും. എന്താ വിളമ്പി വെക്കുന്നതെന്ന് വെച്ചാ നീ നന്നായിട്ട് കഴിക്കും. അല്ലാതെ നീ ഇവിടുത്തെ അടുക്കള കണ്ടിട്ടുണ്ടോ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് നീ നോക്കിയിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? എനിക്കതറിയേണ്ട ആവശ്യമില്ലല്ലോ. ആരാ പറഞ്ഞ ആവശ്യമില്ലാന്ന്? ഇനി നീ അറിയണോ അടുക്കളയെ? അതിന്റെ ആദ്യ പടിയെന്നോണം ദേ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് തിളപ്പിക്ക്. തിളച്ച് തൂവിയാലും കുഴപ്പമില്ല. ഇതൊരു തുടക്കമല്ലേ? അപ്പൊ പാല് തിളച്ചു തൂവുന്നത് നല്ലതാ. എന്തിനാ പാല് തിളപ്പിക്കുന്നത്? ചായ ഉണ്ടാക്കാൻ. അതിനകത്തേക്ക് പാകത്തിന് തേയിലയും പഞ്ചസാര ഇട്ടാ ചായ റെഡി. എനിക്കതിന്റെ പാകമൊന്നും അറിയില്ല. അതിനല്ലേ ഞാനിവിടെ നിൽക്കുന്നേ. എത്ര സ്പൂൺ തേയില ഇടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അത് നാളെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. നാളെ അതിരാവിലെ അടുക്കളയിൽ കയറി കൃത്യമായിട്ട് ചായ ഉണ്ടാക്കി തരണം. തുടങ്ങിക്കോ. ആ, സ്റ്റവ് ഓണാക്ക്. ആ നോവ് പിടിച്ച് തിരിക്കടി. അതല്ല, അപ്പുറത്തെ രണ്ടാമത്തേത്. ഇനി സ്റ്റവ് കത്തിക്ക്. നന്നായിട്ട് ചെയ്. അതിനടുത്ത് വെച്ച് ചെയ്തേ. ആ കട്ടി ഒഴിക്ക്. ഇപ്പൊ മനസ്സിലായല്ലോ? ഇനി പറയുന്നത് പോലെ ചെയ്യണം. ചായ ഇട്ടാ മാത്രം പോരാ, അതെല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ വേണം. ആദ്യം കണ്ണേട്ടന്,
അത് കഴിഞ്ഞ് നിന്റെ ഭർത്താവിനും നിന്റെ അമ്മായിയമ്മയ്ക്കും. എന്നും ഒരു ചായ ഇട്ടാ മതിയോ? എന്ന് ഞാൻ പറഞ്ഞോ? ചായയിൽ തുടങ്ങണം. എന്നിട്ട് പിന്നെന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ കാലത്തെ ചെറിയ ആൺകുട്ടികൾക്ക് പോലും അറിയാം ഒരു ചായ ഇടാൻ. എന്നിട്ടാ ഇത്രയും വളർന്ന നിനക്ക് ഇതൊന്നും അറിയാത്തത്. അന്ന് ആഘോഷം നടന്നില്ലായിരുന്നെങ്കിലേ നീ ഒരു അമ്മയാ. അങ്ങനെയുള്ളവൾക്കൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാ അത് നിനക്കൊരു അഭിമാനമായിട്ട് തോന്നും. പക്ഷേ നല്ല പെൺകുട്ടികൾക്ക് അങ്ങനൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് അവര് അതൊക്കെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരിക്കും. ദേ പാല് തിളയ്ക്കുന്നു. ദാ തേയില. എത്ര സ്പൂൺ ഇടണം? ഇവിടെയുള്ളവർക്ക് കടുപ്പം കുറവ് മതി. അതുകൊണ്ട് ഒരു 2 സ്പൂൺ തേയിലയിട്. എത്ര സ്പൂൺ തേയില ഇടണ്ടെന്ന് മനസ്സിലായല്ലോ? എത്രയാ? 2. ആ, അതിനി മറക്കരുത്. ഇനി ഷുഗർ എടുക്ക്. നിനക്ക് മധുരം കൂടുതലാണെന്നറിയാം. അത് ചായ ഇട്ട് എല്ലാവർക്കും കൊണ്ടു കൊടുത്ത ശേഷം നിനക്കുള്ള പഞ്ചസാര കൂട്ടിയിട്ടോ. പഞ്ചസാര എവിടെ? നിന്റെ അടുത്തിരിക്കുന്നത് പഞ്ചസാര അല്ലാതെ പിന്നെ ഉപ്പാണോ? എടി, ചായ തിളയ്ക്കുന്ന കണ്ടില്ലേ? അതങ്ങോട്ട് സിമ്മിലിട്ടെ. ചായക്കിടാൻ പഠിച്ചു അല്ലേ? വാ. നാവൊന്ന് പഴിച്ചാ നിന്റെ അച്ഛൻ ജയിലില്ല. അയാളെ ജയിലിൽ കിടത്താത്തതിന്റെ വേദനയുണ്ടല്ലോ, അതെന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അതിന് ഇത്തിരിയെങ്കിലും ആശ്വാസം കിട്ടണമെങ്കിൽ നിനക്ക് നോവണം. അല്ലെങ്കിലും നിന്റെ അമ്മയും മഹിയൊക്കെ അടുക്കളയിൽ കയറുമ്പോൾ അവരെ സഹായിക്കാതെ മാറി നിൽക്കാൻ നിനക്കെന്താ കൊമ്പുണ്ടോ? എനിക്കിതൊന്നും അറിയാത്ത പണിയാ. എന്നിട്ട് ഇപ്പൊ ഈ ചായ ഇട്ടതോ? അതും ലക്ഷ്മി പറഞ്ഞു തന്നത്. ആണല്ലോ. അങ്ങനെ ഇനി എല്ലാം അയാൾ പറഞ്ഞു തരും. നീ ഓരോന്നും കേട്ട് മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ ആരുടെയും സഹായമില്ലാതെ നീ ഓരോന്ന് ചെയ്യണം. മഹിയെ അടുക്കളക്കാരിയാക്കാനും നിന്റെ കാര്യങ്ങൾ നോക്കാനും അല്ലേ നിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെയുള്ള അവർ കാണട്ടെ ഇനി ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന നിന്നെ. നിക്ക്. ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായല്ലോ. എപ്പോഴെങ്കിലും നീ വാല് പൊക്കിയ നിന്റെ അച്ഛൻ ജയിലിലാവൂന്ന് മാത്രമല്ല, ആ നിമിഷം നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിയുണ്ടല്ലോ അത് നിനക്ക് അഴിച്ചു മാറ്റേണ്ടി വരും. പിന്നെ കോടതി കയറുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ കേസ് പറഞ്ഞ് മടുക്കൂന്ന് മാത്രമല്ല വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് എനിക്ക് തരേണ്ടിയും വരും.
20 വർഷം മുമ്പ് നടന്ന ആക്സിഡന്റാ. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കണക്ക് കോടതി ആരായും. എന്നിട്ടേ മുതലും പലിശയും സഹിതം കോടികള് നിന്റെ അച്ഛൻ എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരും. പണം എനിക്കൊരു പ്രശ്നമല്ല. എന്റെ അച്ഛന് മുകളിലല്ല പണവും പത്രാസും ഒന്നും. എങ്കിലും എന്റെ അച്ഛനെ കൊന്നവൻ പാപ്പരാവുന്നത് കാണാൻ, അവൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ ഒരു സുഖം. അതിലേക്ക് എന്നെ നയിക്കരുത്. കണ്ണേട്ടനെ ലക്ഷ്മിയും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അനുസരിച്ചോളാം. അനുസരിച്ചേ പറ്റൂ. നിന്റെ അച്ഛനെയും മുത്തശ്ശിയും കണ്ടിട്ടാ നീ ഇത്രയും നെകളിക്കുന്നേ. അതൊക്കെ ഒരു കേസ് കൊണ്ട് അവസാനിക്കുന്ന ഞാൻ പറഞ്ഞത്. നിന്നെ നിലനിർത്തുന്നവര്, നിന്റെ സകല തെറ്റിനെയും പ്രോത്സാഹിപ്പിക്കുന്നവര് കാലണയ്ക്ക് ഗതിയില്ലാതായ നിനക്ക് പിന്നെ ഈ വീട്ടിലെ പണി മാത്രമല്ല, അന്യന്റെ പാത്രവും കഴുകേണ്ടി വരും. എച്ചിൽ പാത്രം. അതുകൂടെ മനസ്സിൽ വെച്ചോ. ചായ ചായ. എന്താ എന്താ അത് കാണാൻ വയ്യേ? നീ എന്താ ഈ ചായ കേട്ട്? എനിക്ക് ചായ ആയിട്ട് വന്നൂടെ? ഞാനിട്ട ചായ പിന്നെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ആണോ കൊണ്ടുവന്ന് തരേണ്ടത്? എന്താ പറഞ്ഞേ? ഞാനിട്ട ചായയാണെന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്കിത് എന്തു പറ്റി? ദാ ഇതങ്ങോട്ട് കുടിക്ക്, എന്നിട്ട് പറ്റിയതൊക്കെ ഞാൻ പറയാം. ഇത് കുടിക്കാമോ? കുടിക്കാൻ വേണ്ടി കളഞ്ഞേക്ക്. എനിക്ക് നിർബന്ധമൊന്നുമില്ല കുടിക്കണമെന്ന്. ചൂടാവലിന്റെ ഭാര്യ കഷ്ടപ്പെട്ട് ചായ ഉണ്ടാക്കി കൊടുത്തതും പോരാ, എന്നിട്ട് കുടിക്കാവോ ഒന്ന്? തരക്കേടില്ലല്ലോ. എന്നാലും കൊള്ളാന്ന് പറയരുത്. ശരിക്കും കൊള്ളാം. കടുപ്പോ മധുരമെല്ലാം പാകത്തിനുണ്ട്. ഇത് നീ തന്നെ ഇട്ടതാണോ? അല്ല, നിങ്ങളുടെ മരിച്ചുപോയ മുത്തശ്ശിയെ വിളിച്ച് ഇടിയിച്ചതാ. നിനക്കിത് എന്താ കരുണ പറ്റിയത്? നിങ്ങൾക്കോ ജോലിയും കൂലിയും ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാന്ന് വിചാരിക്ക. നിനക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിന് തക്കതായൊരു കാരണം കാണുമല്ലോ. ഇനി കാരണത്തിന്റെ പിന്നാലെ നിങ്ങൾ നടക്കണ്ട. ഇനി അടുക്കളയിൽ കയറാൻ തന്നെയാ എന്റെ തീരുമാനം. ചായയിൽ തുടക്കമിട്ടു, ഇനി മറ്റു പലതും പഠിക്കാനുണ്ട്. നിനക്ക് അടുക്കളയിൽ കയറുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ. എന്റെ ഇഷ്ടങ്ങൾക്ക് ഇവിടെ എന്ത് പ്രസക്തിയാ ഉള്ളത്? ഞാൻ ഈ വീട്ടിലേക്ക് വന്ന ശേഷം എന്റെ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചു തരാൻ നിങ്ങക്ക് പറ്റിയിട്ടുണ്ടോ? പിന്നെ അന്യരുടെ കനിവില നിങ്ങൾ പോലും കഴിയുന്നത്. നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞാലേ സൈക്കിളാട്ടോ. അവരെന്നെ കുറ്റപ്പെടുത്തി കൊല്ലും. അവരൊന്നും ചെയ്യില്ല. തൽക്കാലം ഈ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ എനിക്കിനി വീട്ടു ജോലി ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞോ ഇല്ലയോന്നൊക്കെ നിങ്ങൾക്ക് ഉടനെ മനസ്സിലായിക്കോളൂ. ചായ കുടിച്ചിട്ടേ ആ കപ്പിങ്ങിത്ത ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. എന്തായാലും ആദ്യമായിട്ടുണ്ടാക്കിയ ചായ ഉണ്ടല്ലോ, അത് നന്നായിട്ടുണ്ട്. മോശമാകാനല്ലല്ലോ ഞാൻ ചായ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തു. നിങ്ങളുടെ ഏട്ടനും ലക്ഷ്മിക്കും ഒക്കെ. ഞാൻ കരുതി എനിക്ക് മാത്രമായിട്ടാണ് നീ ചായ ഇട്ട് വന്നെന്നാ. ഇനി അങ്ങനെ വരാൻ പറ്റില്ല. ചായ ആയാലും ഭക്ഷണം ആയാലും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. അതാണ് ഇപ്പൊ ഈ വീട്ടിലെ നിയമം.
എന്താമേ? എടാ പ്രതാപ, കല്യാണം കഴിയുന്നത് വരെ മോഹരിക്കൊപ്പം ഇവിടത്തെ അടുക്കളയിൽ കയറിയിരുന്നത് ആരാ? ലക്ഷ്മിയല്ലേടാ? ആ അവള് നമ്മുടെ കുഞ്ഞിനെ കമലേശ്വരത്തെ അടുക്കളയിൽ കയറ്റിയെന്ന്. അതിന് അവക്ക് അടുക്കളപ്പണിയൊന്നും അറിയില്ലല്ലോ അമ്മേ. എടാ, അറിയാത്ത പണിയൊക്കെ ലക്ഷ്മി പഠിപ്പിച്ചു കൊടുക്കുവാന്ന്. എടാ, നമ്മുടെ കുഞ്ഞ് ചായ ഇട്ടടാ. നമ്മുടെ കരുണാമോളോ? ആ, ചായ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മോളെ, ആ വടയക്ഷി. നിർത്തടാ, എന്തിനാ കിടിക്കുന്നേ? അമ്മേ, അമ്മ സ്വപ്നം കണ്ടോ? സ്വപ്നം കണ്ടെന്നോ? അമ്മേ, വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നമാണെന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അർദ്ധരാത്രിയിലേക്ക് ഒന്ന് ആക്കാൻ പറ്റുമോ? നിന്റെ മോള് കമലേശ്വരത്തെ അടുക്കളക്കാരിയാണെന്ന് പറഞ്ഞപ്പോ അത് സ്വപ്നമാന്ന്. എടാ, സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യാ നമ്മുടെ കുഞ്ഞിനെ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. അമ്മേ, ശരിക്കും ഇതൊക്കെ നടന്ന കാര്യമാണോ? എന്റെ പൊന്നു പ്രതാപ, ലക്ഷ്മിയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോഴാ മോള് എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞേ. എന്നിട്ടും വിശ്വസിക്കാൻ കഴിയാതെ ഞാൻ ദുർഗയെ വിളിച്ചു. എന്നിട്ട് അതിനുശേഷമാ കേട്ടതൊക്കെ സത്യമാണെന്ന് ഞാൻ അറിയുന്നത്. എടാ പ്രതാപ, അവൻ നടന്നു തുടങ്ങിയെന്ന് ഒരുത്തൻ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പിറകെയാ നിന്റെ മോൾക്ക് ഗതി വന്നത്. അവൻ നടന്നു തുടങ്ങിയെങ്കിൽ പിന്നെ നമ്മൾ കെട്ടിത്തൂങ്ങി ചാവുന്ന നല്ലത്. അതുകൂടെ ഇനിയും ബാക്കിയുള്ളൂ. ഡാ, നിനക്ക് കേക്കണോ? ചായ, കാപ്പി, ഇഡ്ഡലി, ദോശ, പുട്ട്, കടല, മുട്ടക്കറി. അത് രാവിലെ. ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ മീൻകറി, മീൻ പൊരിച്ചത്, ചിക്കൻ, മട്ടൻ. രാത്രിയിലോ തോന്നുന്നതൊക്കെ. അങ്ങനെ പറയും കരുണമോളെ ഇവിടെ ലക്ഷ്മിയോട്. കല്യാണത്തിന് മുമ്പ് അവൾ അത് അക്ഷരം പ്രതി അനുസരിക്കുമായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ ചിട്ടയും രീതിയും. പ്രതാപ, അവള് പ്രതികാരം ചെയ്യുക. അതിനൊക്കെ എണ്ണി എണ്ണി കണക്ക് തീർക്കുക ആ ലക്ഷ്മി. ഇനി അവള് പറയും, നമ്മുടെ മോള് കേൾക്കും. അമ്മേ, അമ്മ എന്റെ കരണത്ത് തല്ലിയല്ലേ? നിന്നെ തല്ലിയല്ല വേണ്ടത്, തല്ലി കൊല്ലുക. കത്തിക്കടാ. നീ നിന്റെ മോളെ പോലെ സ്നേഹിക്കുന്ന ലോറി ഉണ്ടല്ലോ, കണ്ണന്റെ അച്ഛന്റെ ബൈക്കെ കയറ്റിയ ലോറി, അത് കത്തിച്ച് കളയടാ. നീ പൊന്നുപോലെ സ്നേഹിക്കുന്ന ലോറിയാ നിന്റെ കുഞ്ഞിന്റെ ജീവിതം താറുമാറാക്കിയത്. എടാ പ്രതാപ, നിന്റെ പ്രതാപം പോയടാ. എല്ലാം കഴിഞ്ഞു. വിശ്വന്റെ ആത്മാവുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിന്നെ, നിന്റെ മോളെ ഒരുപാട് തവണ കൊല്ലും. ഈ കേട്ടതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ എന്റെ മോളുടെ അവസ്ഥ. മതി മതി, ഇനി നിർത്ത്. ഇപ്പൊ മിക്സി എങ്ങനെ ഓൺ ആക്കണം, ഓഫ് ആക്കണം എന്നൊക്കെ പഠിച്ചല്ലോ. അതുപോലെ തന്നെ ഈ അരപ്പൊക്കെ ഇങ്ങനെ അരച്ചെടുക്കാൻ എന്തൊക്കെ ചേരുവകൾ ചേർക്കണമെന്നും മനസ്സിലായില്ലേ? ഇനി ആ ജാറെടുക്ക്. ദാ, അത് വടിച്ചു കോരിയെടുക്ക. എടി, അത് കൈ കൊണ്ടെടുക്കടി. ഇത് വിഷമൊന്നും അല്ല. ഇതൊക്കെ ഇട്ട് പാകപ്പെടുത്തി എടുക്കുന്ന കറികളാണ് നീ ആസ്വദിച്ച് കഴിക്കാറുള്ളത്. അപ്പൊ ഈ അറപ്പൊന്നും ഇല്ലല്ലോ. നന്നായിട്ടങ്ങ് വടിച്ചെടുക്ക്. ഇനി ഈ ഇരിക്കുന്ന കറിക്കഷ്ണങ്ങളിലിട്ട് ഇത് മിക്സ് ചെയ്യുന്നതിനാണ് അവിയലെന്ന് പറയുന്നത്. പിന്നെ നിന്റെ ജീവിതം ഇപ്പൊ അവിയൽ പരുവത്തിലാ. അത് കൂടുതൽ കുഴഞ്ഞു മറിഞ്ഞു പോവാതിരിക്കാനാ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ പറയുന്നത്.
എല്ലാം അനുസരിക്കല്ലേ? എങ്കിലും ഉള്ളിൽ അമർഷം വെച്ചോണ്ടാ നീ അനുസരിക്കുന്നത്. പിന്നെ അതൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. അടുക്കള പണി പഠിക്കുന്നതേ വലിയ പാടൊന്നുമല്ല. വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാ ഞാനെല്ലാം പഠിച്ചത്. എല്ലാ പെൺമക്കളും അങ്ങനെ തന്നെയാ. പക്ഷേ നിനക്ക് മാത്രം കൊമ്പുണ്ടായിപ്പോയി. നിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ ആർക്കും ഇല്ലാത്ത കൊമ്പ് നിനക്ക് ഫിറ്റ് ചെയ്ത് തന്നു. ഇനി അതൊന്നും ശരിയാവില്ല. ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്. അതിനകത്തിട്ട് ഇളക്കിയെടുക്ക്. ഇളക്കടി. എങ്കിലേ അരപ്പും ഉപ്പും മുളകും എല്ലാം കൂടി അങ്ങ് സെറ്റായി വരുള്ളൂ. ഉപ്പിന്റെ അളവൊക്കെ അറിയാലോ. ഉപ്പും മുളകും കൂടിയാലും കുറഞ്ഞാലും പ്രശ്നാ. ഇത്തിരി കുറഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ച് ഭാഗത്തിന് ഇട്ടു കൊടുക്കാം. പക്ഷെ കൂടിപ്പോയാലേ ഈ കറിയുടെ കണക്ക് എല്ലാം തെറ്റും. നാളെ മുതൽ നിനക്കിതൊന്നും പറഞ്ഞുതരാൻ ഇവിടെ ആളുണ്ടാവില്ല. നീ തന്നെ എല്ലാം ചെയ്യണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം അപ്പവും ദോശയൊക്കെ ചുടുന്ന സമയത്തെ പൊടിയേയും കരിയൊക്കെ ചെയ്തെന്ന് വരും. അത് ഞങ്ങളങ്ങ് സഹിച്ചോളാം. എന്നാലും നീ തുടങ്ങി വെച്ചത് ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. നീ എപ്പോഴാ അനന്തേട്ടന്റെ വീട്ടിൽ പോകുന്നത്? നിന്നെ എല്ലാം പഠിപ്പിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാനില്ലാത്തപ്പോഴും ഇനി ഇവിടുത്തെ അടുക്കളയിൽ നീ ആയിരിക്കണം എല്ലാവർക്കും വെച്ച് വിളമ്പേണ്ടത്. എന്നെ അച്ഛൻ ചെയ്ത തെറ്റിന് എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അത് കണ്ണേട്ടന്റെ തീരുമാനമാ. മരിച്ചത് കണ്ണേട്ടന്റെ അച്ഛനാ. അതൊരു കൊലപാതകമായിരുന്നു. നിന്റെ അച്ഛനെ ജയിലിൽ കയറ്റാതിരിക്കാൻ വേണ്ടിട്ടാ കണ്ണേട്ടൻ ഇങ്ങനൊരു മാർഗം തിരഞ്ഞെടുത്തത്. നിനക്കറിയാലോ, അച്ഛനും മുത്തശ്ശിയും കൂടെ വളർത്തി വഷളാക്കിയതാ നിന്നെ. അതിന് പകരം നിന്നെ നന്നാക്കിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നേ ഉള്ളൂ. നിന്റെ അച്ഛന് വേണ്ടി അത്രയെങ്കിലും നിനക്ക് ചെയ്യാം. പിന്നെ ഇനി അതൊന്നും വൈകി നീ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതെ, ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ആദ്യം ടേസ്റ്റ് ചെയ്യേണ്ടത് നീയാ. അത് കഴിഞ്ഞേ ഞങ്ങളൊക്കെ എന്തേലും കഴിക്കൂ. അതുകൊണ്ട് കറികളിൽ ചേർക്കേണ്ടത് മാത്രം ചേർത്താ മതി. ആളെ കൊല്ലുന്നൊന്നും ചേർക്കേണ്ടെന്നാ പറഞ്ഞത്. ഒരാളെന്നെ കൊഞ്ചിച്ച് വളർത്തിയിട്ട് അയാൾക്ക് വേണ്ടി ഞാനിപ്പോ കിടന്ന് കഷ്ടപ്പെടുവോ? എന്തായി? ലിസ്റ്റ് തയ്യാറാക്കിയോ? എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. എന്തൊക്കെ ചേരുവകൾ ഏതൊക്കെ രീതിയിൽ ചേർക്കണം എല്ലാം എഴുതിയിട്ടുണ്ട്. പാചക പുസ്തകത്തിന് പകരം ഇത് നോക്കിയാൽ മതിയല്ലോ. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവളുടെ ചേച്ചി ഒരു പാചക പുസ്തകമാണല്ലോ. ഓർമ്മ വെച്ചതിൽ പിന്നെ അമ്മയ്ക്കൊപ്പം അടുക്കളയിൽ കയറുമായിരുന്നു. അതുകൊണ്ട് മറ്റു പെൺകുട്ടികളൊക്കെ പഠിക്കുന്നതിന് മുന്നേ ഞാൻ പാചകമൊക്കെ പഠിച്ചതാ. അതെന്റെ ഭാഗ്യം. അല്ല, അവളെല്ലാം സൈലന്റ് ആയിട്ടൊന്ന് ചെയ്യുന്നുണ്ടോ? ആ, ചെയ്തല്ലേ പറ്റൂ. പിന്നെ എനിക്ക് ചായ ആയിട്ട് വന്നപ്പോഴും ഞാൻ നന്നായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്.
അവളുടെ അച്ഛൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാ പിന്നെ സാമ്പത്തികമൊക്കെ പരിങ്ങല്ലാവെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അഹങ്കാരം കാണിച്ച് എല്ലാം ഇട്ടെറിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ലതല്ലേ കണ്ണേട്ടാ? അവൾക്കിതുകൊണ്ട് ഭാവിയിൽ ഗുണമേ ഉണ്ടാവും. അത് അവൾക്കറിയില്ലല്ലോ. ഉണ്ണിക്കും അവന്റെ അമ്മയ്ക്കും പോലും അവളെ അടുക്കള കയറ്റിയതില് നല്ല ദേഷ്യമുണ്ട്. പക്ഷേ നമ്മളതൊന്നും കണക്കാക്കണ്ട. ഈ വീട്ടിലേക്ക് അവള് കാലെടുത്ത് വെച്ചത് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാ. അങ്ങനെയുള്ള അവള് ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന വിവരം പ്രതാപനും അയാളുടെ അമ്മയെ അറിയട്ടെ. ഇനി അവരോട് വന്ന് എല്ലാം നേരിട്ട് കാണട്ടെ. അതിന്റെ പേരിൽ എന്നെയോ തന്നെയോ ചോദ്യം ചെയ്യാൻ അവർക്കാർക്കും പറ്റില്ല. എന്ന് മാത്രമല്ല, അവൾക്ക് ഈ വിധി ഉണ്ടാക്കി കൊടുത്ത എന്റെ അച്ഛന്റെ കൊലയാളിയെ അവള് വെറുക്കുന്നെങ്കിൽ വെറുക്കട്ടെ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നേ. നമ്മൾ ഒരുപാട് പാവമാവാൻ പാടില്ല കണ്ണേട്ടാ. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്തേ പറ്റൂ. ഇപ്പോഴും എന്റെ നെഞ്ചിനകത്ത് ഒരു എരിച്ചിലുണ്ട്. പ്രതാപൻ ചെയ്ത തെറ്റിന് അയാൾ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാത്തതിന്റെ എരിച്ചിൽ.